എല്ലാവർക്കും മല്ലുവുഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജിംഖാന, ഗെറ്റ് സെറ്റ് ബേബി, ഹണ്ട് തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ഒരു വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് ചിത്തിനി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു മലയാള സിനിമയാണ്. 2024 സിനിമ റിലീസായത്. ഇതുവരെ OTT വന്നിട്ടുണ്ടായിരുന്നില്ല. വിനയ് ഫോർട്ട്, ജോണി ആന്റണി, മോക്ഷിയാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു ഹൊറർ സിനിമയാണ്. ഈ ചിത്തിനി എന്ന സിനിമയുടെ OTT ഇപ്പോൾ വിറ്റുപോയിരിക്കുകയാണ്. സൈനാപ്ലയാണ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. അടുത്ത മാസം 10 മുന്നേ ചിത്തിനി സൈനാപ്ലയിൽ റിലീസാവും. അടുത്തൊരു അപ്ഡേറ്റ് പറന്ന് ചെല്ലാൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഭരതാണ് സിനിമയിലെ നായകൻ. അത്യാവശ്യം നല്ല അഭിപ്രായമാണ് സിനിമ നേടിയത്. ഈ സിനിമയുടെ OTT ഇപ്പോൾ മനോരമ മാക്സ് വാങ്ങിച്ചിരിക്കുകയാണ്. കമ്മീസൺ എന്ന പോസ്റ്റർ വന്നിട്ടുണ്ട്. മെയ് മാസത്തിലായിരിക്കും പറന്ന് ചെല്ലാൻ എന്ന സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് കപ്പ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ അട്ടർ ഫ്ലോപ്പായ സിനിമയാണ് കപ്പ്. ഒരുപാട് താരനിര കപ്പ് എന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. മാത്യു തോമസ്, അനിക, നമിത പ്രമോദ്, ബേസിൽ തുടങ്ങിയവരാണ് കപ്പ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു സ്പോർട്സ് റൊമാന്റിക്കൽ മൂവിയാണ്. ഈ സിനിമയുടെ OTT ഇപ്പോൾ വിറ്റുപോയിരിക്കുകയാണ്. സൈനാപ്ലയാണ് കപ്പ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. മെയ് മാസം 10 മുന്നേ സൈനാപ്ലയിൽ കപ്പ് സിനിമ OTT റിലീസ് ചെയ്തേക്കും. അടുത്തൊരു അപ്ഡേറ്റ് വടക്കൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ എവറേജ് അഭിപ്രായമാണ് വടക്കൻ എന്ന സിനിമ നേടിയെടുത്തത്. കിഷോർ, ഗാർഗി, ശ്രുതി മേനോനാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTT ഇപ്പോൾ വിറ്റുപോയിരിക്കുകയാണ്. ആമസോൺ പ്രൈമാണ് വടക്കൻ സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. മെയ് മാസം 8 വടക്കൻ സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഗുഡ് ബൈ ഡംഗളി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. അജിത്തിന്റെ ഏറ്റവും പുതിയ സിനിമയായിരുന്നു ഗുഡ് ബൈ ഡംഗളി. നല്ല അഭിപ്രായമാണ് സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. സിനിമയുടെ HD പ്രിന്റ് ലീക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒഫീഷ്യൽ അപ്ഡേറ്റ് ഇതുവരെ വന്നിട്ടില്ല. എന്നാൽ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് ആണ് ഗുഡ് ബൈ ഡംഗളിയുടെ OTT അവകാശം വാങ്ങിച്ചിരിക്കുന്നത്. മെയ് മാസം 6 സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ്. മലയാള വെർഷനും അന്ന് തന്നെ വരും. അടുത്തൊരു അപ്ഡേറ്റ് മാരിവിലിൻ ഗോപുരങ്ങൾ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ഫാമിലി കോമഡി മൂവിയാണ്. ഇന്ദ്രജിത്ത്, വിൻസി തുടങ്ങി ഒരുപാട് പേര് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. നല്ല അഭിപ്രായമാണ് മാരിവിലിൻ ഗോപുരങ്ങൾ നേടിയെടുത്തത്. സിനിമ റിലീസായിട്ട് കുറേയായി. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ അവസാനം ആമസോൺ പ്രൈമാണ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. മെയ് മാസം 14 മാരിവിലിൻ ഗോപുരങ്ങൾ ആമസോൺ പ്രൈമിൽ റിലീസാവുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ബാന്ദർ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ബാന്ദർ സിനിമ ഹൈപ്പോട് കൂടിയാണ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. തമന്നയാണ് ബാന്ദർ സിനിമയിലെ നായിക. ദിലീപാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു ഗാങ്സ്റ്റർ മൂവിയായിരുന്നു. ആമസോൺ പ്രൈമാണ് ബാന്ദറയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. പക്ഷേ സിനിമ ഇതുവരെ റിലീസാക്കിയിട്ടില്ല. മെയ് മാസം 17 ബാന്ദർ സിനിമ ആമസോൺ പ്രൈമിൽ റിലീസാക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് സിക്കന്ദർ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് സിക്കന്ദർ. സൽമാൻ ഖാൻ, രശ്മിക മന്ദാനിയാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTT ഇപ്പോൾ വിറ്റുപോയിരിക്കുകയാണ്. നെറ്റ്ഫ്ലിക്സ് ആണ് സിക്കന്ദറിന്റെ OTT വാങ്ങിച്ചിരിക്കുന്നത്. മെയ് മാസം 16 സിക്കന്ദർ OTT റിലീസിന് ഒരുങ്ങുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് പെരുമാനി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു കോമഡി മൂവിയായിരുന്നു. നല്ല അഭിപ്രായമാണ് പെരുമാനി സ്വന്തമാക്കിയത്. സിനിമ റിലീസായിട്ട് കുറേയായി. ഇതുവരെ OTT വന്നിട്ടുണ്ടായിരുന്നില്ല. ലുക്മാൻ, വിനയ് ഫോർട്ട്, സണ്ണി വെയിനാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ആമസോൺ പ്രൈം പെരുമാനി സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. മെയ് മാസം 6 പെരുമാനി സിനിമ OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഹണ്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു മിസ്റ്ററി ഹൊറർ സിനിമയാണ്. ഒരു കോളേജിലുണ്ടായ സംഭവമാണ് ഹണ്ട് സിനിമ പറഞ്ഞു പോകുന്നത്. തിയേറ്ററുകളിൽ ഹണ്ട് പരാജയപ്പെട്ടുവെങ്കിലും OTTക്ക് വേണ്ടി ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. മനോരമ മാക്സ് ഹണ്ട് സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുണ്ട്. സിനിമയുടെ പോസ്റ്റർ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ഇതുവരെ അപ്ഡേറ്റ് വന്നിട്ടില്ല. മെയ് മാസം 1 ഹണ്ട് സിനിമ സർപ്രൈസ് ആയിട്ട് മനോരമ മാക്സിൽ റിലീസാവുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഗെറ്റ് സെറ്റ് ബേബി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ നല്ല വിജയം നേടിയ സിനിമയാണ് ഗെറ്റ് സെറ്റ് ബേബി. ഉണ്ണി മുകുന്ദൻ, നിഖില വിമലാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഗെറ്റ് സെറ്റ് ബേബിയുടെ OTT അവകാശം വിറ്റുപോയിരിക്കുകയാണ്. മനോരമ മാക്സ് ആണ് ഗെറ്റ് സെറ്റ് ബേബി സ്വന്തമാക്കിയത്. സിനിമയുടെ റിലീസ് തീയതി ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. മാർക്കോ എന്ന ഹിറ്റ് സിനിമയ്ക്ക് ശേഷമാണ് ഗെറ്റ് സെറ്റ് ബേബി വരുന്നത്. അതുകൊണ്ട് ആരാധകർ ഇതിന്റെ OTTക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. മെയ് മാസം 6 ഗെറ്റ് സെറ്റ് ബേബി റിലീസാക്കുമെന്ന റിപ്പോർട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ആലപ്പുഴ ജിംഖാന എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ബോക്സിംഗ് സിനിമയാണ്. അത്യാവശ്യം കോമഡി ജിംഖാനയിലുണ്ട്. നസ്ലീൻ, ലുക്മാൻ തുടങ്ങി ഒരുപാട് പേര് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഖാലിദ് റഹ്മാന്റെ സിനിമയാണ് ജിംഖാന. സിനിമയുടെ തെലുങ്ക് ട്രെയിലർ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. സിനിമ ഇപ്പോൾ 50 കോടി ക്ലബിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. ജിംഖാന സിനിമയുടെ OTT ആമസോൺ പ്രൈമാണ് വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ മെയ് മാസത്തിൽ വരുമെന്ന്
വരുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. എക്സ്പെക്റ്റഡ് ഡേറ്റ് നോക്കിയാൽ മെയ് മാസം 20-ന് ശേഷമായിരിക്കും ജിംഖാനയുടെ OTT റിലീസ്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഇനി ഏതാണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ OTT അപ്ഡേറ്റിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.